ഹായ്, കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ സെന്റൻസ് സ്ട്രക്ചറുകളൊക്കെ മനസ്സിലാക്കാനായിട്ടും പറ്റും. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ പുവർ ഗേൾ. പുവർ എന്നാൽ പാവപ്പെട്ട പെൺകുട്ടി. ഇതാണ് കഥയുടെ തലക്കെട്ട്. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. Many years ago, there lived a little girl named Farah. Many years ago, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് there lived, അവിടെ ജീവിച്ചിരുന്നു, a little girl, ഒരു ചെറിയ പെൺകുട്ടി, named Farah, ഫാറ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു. മെനി എന്നാൽ ഒരുപാട്, ഇയേഴ്സ് വർഷങ്ങൾ, എഗോ എന്നാൽ മുമ്പ്, ലിവ്ഡ് എന്നാൽ ജീവിച്ചിരുന്നു, ലിറ്റിൽ ഗേൾ ചെറിയ പെൺകുട്ടി. ഷീ ഡിഡിൻറ്റ് ഹാവ് ഹെർ ഫാദർ. ഷീ ലിവ്ഡ് വിത്ത് ഹെർ മദർ ഇൻ ദ ഔട്ട്സ്കേർട്സ് ഓഫ് എ വില്ലേജ്. ഷീ ഡിഡിൻറ്റ് ഹാവ്, അവൾക്ക് ഇല്ലായിരുന്നു. ഷീ ഡിഡിൻറ്റ് ഹാവ്, അവൾക്ക് ഇല്ലായിരുന്നു. ഹെർ ഫാദർ, അവളുടെ അച്ഛൻ അവൾക്ക് ഇല്ലായിരുന്നു. ഷീ ലിവ്ഡ്, അവൾ ജീവിച്ചിരുന്നത് വിത്ത് ഹെർ മദർ, അവളുടെ അമ്മയുടെ കൂടെ ആയിരുന്നു. ഇൻ ദ ഔട്ട്സ്കേർട്സ്. ഔട്ട്സ്കേർട്സ് എന്നാൽ അതിർത്തി എന്നുള്ള അർത്ഥമാണ്. ഓഫ് എ വില്ലേജ്, ഒരു ഗ്രാമത്തിൻ്റെ അതിർത്തിയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഈ പെൺകുട്ടിയും അമ്മയും ജീവിച്ചിരുന്നത്. ദേ വേർ വെരി പുവർ. സംടൈംസ് ദേ ഡിഡിൻറ്റ് ഹാവ് എനിത്തിങ് ടു ഈറ്റ് ഫോർ ഡേയ്സ്. ദേ വേർ വെരി പുവർ, അവർ വളരെ പാവപ്പെട്ടവരായിരുന്നു. പുവർ എന്നാൽ പാവപ്പെട്ട. സംടൈംസ്, ചിലപ്പോഴൊക്കെ, ദേ ഡിഡിൻറ്റ് ഹാവ്, അവർക്ക് ഇല്ലായിരുന്നു. ദേ ഡിഡിൻറ്റ് ഹാവ്, അവർക്ക് ഇല്ലായിരുന്നു. എനിത്തിങ്, ഒന്നും. ടു ഈറ്റ്, കഴിക്കാൻ. ഫോർ ഡേയ്സ്, ദിവസങ്ങളായിട്ട് അവർക്ക് ചിലപ്പോഴൊക്കെ കഴിക്കാൻ ഒന്നും ഇല്ലായിരുന്നു. വൺ ഡേ ഫാറ ആൻഡ് ഹെർ മദർ വേർ വെരി ഹംഗ്രി. വൺ ഡേ, ഒരു ദിവസം, ഫാറയും അവളുടെ അമ്മയും വളരെ നന്നായിട്ട് വിശന്നിരിക്കുകയായിരുന്നു. വെരി ഹംഗ്രി. ഷീ വെൻറ്റ് ടു ദ ഫോറസ്റ്റ് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ഷീ വെൻറ്റ്, അവൾ പോയി. ഇൻ ടു ദ ഫോറസ്റ്റ്, വനത്തിനുള്ളിലേക്ക്. ഇൻ സെർച്ച് ഓഫ് ഫുഡ്, ഭക്ഷണം തിരഞ്ഞുകൊണ്ട് അവൾ കാട്ടിനുള്ളിലേക്ക് പോയി. വെൻ ഷീ വാസ് ലുക്കിംഗ് ഫോർ സം വൈൽഡ് ഫ്രൂട്ട് ഷീ മെറ്റ് എൻ ഓൾഡ് വുമൺ. വെൻ ഷീ വാസ് ലുക്കിംഗ്, അവൾ തിരയുന്ന സമയത്ത്. വെൻ എന്നാൽ ആ സമയത്ത്. ഷീ വാസ് ലുക്കിംഗ്, അവൾ തിരയുന്ന സമയത്ത്. ഫോർ സം വൈൽഡ് ഫ്രൂട്ട്, കുറച്ച് എന്തെങ്കിലും എന്നൊക്കെയുള്ള അർത്ഥമാണ്. സം വൈൽഡ് ഫ്രൂട്ട് എന്താണ്? കാട്ടിലെ പഴം അവൾ തിരഞ്ഞു നടക്കുന്ന സമയത്ത്. ഷീ മെറ്റ്, അവൾ മെറ്റ് എന്നാൽ കണ്ടുമുട്ടി. എൻ ഓൾഡ് വുമൺ, ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയെ കണ്ടുമുട്ടി. ആൻ എന്നാൽ ഒരു, ഓൾഡ് വുമൺ പ്രായമായിട്ടുള്ള സ്ത്രീയെ. ദ വുമൺ ആസ്ക്ഡ് ഹെർ, ഡിയർ ഹൂ ആർ യു. ദ വുമൺ, ആ പ്രായമായിട്ടുള്ള സ്ത്രീ, ആസ്ക്ഡ് ചോദിച്ചു, ഹെർ അവളോട് ചോദിച്ചു. ഡിയർ എന്നാൽ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ഹൂ ആർ യു, നീ ആരാണ്. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് അലോൺ ഇൻ ദിസ് ഫോറസ്റ്റ്. വാട്ട് ആർ യു ഡൂയിങ്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലോൺ എന്നാൽ തനിച്ച്. ഇൻ ദിസ് ഫോറസ്റ്റ്, ഈ വനത്തിൽ തനിച്ച് എന്താണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ആം ലുക്കിംഗ് ഫോർ സം ഫുഡ് ഫോർ മീ ആൻഡ് മൈ മദർ. ഐ ആം ലുക്കിംഗ് ഫോർ, ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫോർ സം ഫുഡ്, കുറച്ച് ഭക്ഷണം കിട്ടാൻ വേണ്ടി ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫോർ മീ, എനിക്ക് വേണ്ടിയിട്ട്. ആൻഡ് മൈ മദർ, എൻ്റെ അമ്മക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും കുറച്ച് ഭക്ഷണം ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് നത്തിങ് ടു ഈറ്റ് അറ്റ് ഹോം റിപ്ലൈഡ് ഫാറ. വി ഹാവ് നത്തിങ് ടു ഈറ്റ്, ഞങ്ങൾക്ക് ഒന്നും കഴിക്കാനില്ല. വി ഹാവ് നത്തിങ് ടു ഈറ്റ്, ഞങ്ങൾക്ക് ഒന്നും കഴിക്കാനില്ല. നത്തിങ് എന്നാൽ ഒന്നുമില്ല എന്നുള്ള അർത്ഥമാണ്. വി ഹാവ് നത്തിങ്, ഞങ്ങൾക്ക് ഒന്നുമില്ല. ടു ഈറ്റ്, കഴിക്കാൻ. അറ്റ് ഹോം, കഴിക്കാൻ ഞങ്ങൾക്ക് വീട്ടിൽ ഒന്നുമില്ല. റിപ്ലൈഡ് ഫാറ,
ഫാറ മറുപടി പറഞ്ഞു. ഡിയർ, ഡോണ്ട് ബി സോ അപ്സെറ്റ്, ടേക്ക് ദിസ് ബോൾ. ഡിയർ, സ്നേഹത്തോടെ വിളിക്കുകയാണ് ആ കുട്ടിയെ. ഡോണ്ട് ബി സോ അപ്സെറ്റ്, എന്താണ്, ദുഃഖിക്കേണ്ട. ടേക്ക് ദിസ് ബോൾ, ടേക്ക് എന്നാൽ എടുക്കുക, ദിസ് ബോൾ, ബോൾ എന്നാൽ പാത്രം, ഈ പാത്രം എടുക്കുക. പുട്ട് ഇറ്റ് ഓൺ ദ ഫയർ ആൻഡ് സേ കുക്ക് ലിറ്റിൽ ബോൾ, കുക്ക്. പുട്ട് വയ്ക്കുക, ഇറ്റ് ഓൺ ദ ഫയർ, ഇത് ഫയർ എന്നാൽ തീ, ഇത് തീന്മേൽ വയ്ക്കുക. ആൻഡ് സേ എന്നിട്ട് പറയുക, കുക്ക് ലിറ്റിൽ ബോൾ, കുക്ക് ഇത് പറയുക. ദ ബോൾ വിൽ കുക്ക് ഫുഡ് ഫോർ യു ആൻഡ് വെൻ യു ഫിനിഷ് ഈറ്റിംഗ് ജസ്റ്റ് സേ. ദ ബോൾ ഈ പാത്രം, വിൽ കുക്ക് പാചകം ചെയ്യും, ഫുഡ് ഭക്ഷണം പാചകം ചെയ്യും, ഫോർ യു നിനക്ക് വേണ്ടിയിട്ട്, നിനക്ക് വേണ്ടി ഈ പാത്രം ഭക്ഷണം പാചകം ചെയ്യും. ആൻഡ് വെൻ യു ഫിനിഷ് അങ്ങനെ നീ തീർക്കുമ്പോൾ, വെൻ യു ഫിനിഷ് നീ തീർക്കുമ്പോൾ, ഈറ്റിംഗ് എന്താണ് ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം കഴിച്ച് തീരുമ്പോൾ, ജസ്റ്റ് സേ ഇതുമാത്രം പറയുക. സ്റ്റോപ്പ് ലിറ്റിൽ ബോൾ, സ്റ്റോപ്പ് ദ ബോൾ വിൽ സ്റ്റോപ്പ് കുക്കിംഗ് ഫുഡ് ദെൻ. ഇതാണ് പറയേണ്ടത്. സ്റ്റോപ്പ് നിർത്തുക, ലിറ്റിൽ ബോൾ സ്റ്റോപ്പ് നിർത്തുക. ദ ബോൾ വിൽ സ്റ്റോപ്പ് ആ പാത്രം, വിൽ സ്റ്റോപ്പ് നിർത്തും, കുക്കിംഗ് ഫുഡ് ദെൻ പിന്നീട്, എന്താണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് ആ പാത്രം നിർത്തും, ദെൻ എന്നാൽ പിന്നീട്. ഇൻ ദിസ് വേ യു ആൻഡ് യുവർ മദർ വിൽ നെവർ ഹാവ് ഷോർട്ടേജ് ഓഫ് ഫുഡ് സെഡ് ദ ഓൾഡ് ലേഡി. ഇൻ ദിസ് വേ ഈ മാർഗത്തിലൂടെ, യു ആൻഡ് യുവർ മദർ വിൽ നെവർ ഹാവ് ഷോർട്ടേജ് ഓഫ് ഫുഡ് നിനക്കും നിൻ്റെ അമ്മക്കും ഒരിക്കലും ഭക്ഷണത്തിൻ്റെ അഭാവം ഉണ്ടാകുകയില്ല. സെഡ് ദ ഓൾഡ് ലേഡി ആ പ്രായമായിട്ടുള്ള സ്ത്രീ പറഞ്ഞു. വിൽ നെവർ ഹാവ് എന്നാൽ ഒരിക്കലും ഉണ്ടാകുകയില്ല എന്നുള്ള അർത്ഥമാണ്. വിൽ നെവർ ഹാവ്. ഷോർട്ടേജ് എന്നാൽ കുറവ്, ക്ഷാമം, ഇതൊക്കെയാണ് അർത്ഥം. സെഡ് എന്നാൽ പറഞ്ഞു. ഫാറ വാസ് വെരി എക്സൈറ്റഡ് ടു ഹാവ് ദ ബോൾ. ഈ പാത്രം കിട്ടിയതിൽ ഫാറ നന്നായിട്ട് സന്തോഷിച്ചു. സോ ഷീ ഹറിഡ്ലി താങ്ക്ഡ് ദ ഓൾഡ് ലേഡി ആൻഡ് റാൻ ബാക്ക് ഹോം. സോ അങ്ങനെ, ഷീ അവൾ, ഹറിഡ്ലി ധൃതിയിൽ എന്നുള്ള അർത്ഥം, ഹറിഡ്ലി ധൃതിയിൽ, താങ്ക്ഡ് നന്ദി പറഞ്ഞു, ദ ഓൾഡ് ലേഡി ആ പ്രായമായിട്ടുള്ള സ്ത്രീയോട് ധൃതിയിൽ നന്ദി പറഞ്ഞു. ആൻഡ് റാൻ എന്നിട്ട് റാൻ ഓടി, ബാക്ക് ഹോം വീട്ടിലേക്ക് തിരിച്ച് ഓടി. ഷീ വെൻറ്റ് ടു ഹെർ മദർ ആൻഡ് സെഡ്, മദർ കം ഐ വിൽ ഷോ യു എ മാജിക്. ഷീ വെൻറ്റ് അവൾ പോയി, ടു ഹെർ മദർ അവളുടെ അമ്മയുടെ അടുത്തേക്ക്, ആൻഡ് സെഡ് എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് അവൾ പറഞ്ഞു, മദർ അമ്മേ, കം വരൂ, ഐ വിൽ ഷോ യു ഞാൻ നിങ്ങളെ കാണിക്കും, ഐ വിൽ ഷോ യു ഞാൻ നിങ്ങളെ കാണിക്കും, എ മാജിക് ഒരു എന്താണ് ജാലവിദ്യ, ഒരു ജാലവിദ്യ ഞാൻ നിങ്ങളെ കാണിക്കും. ഷീ ക്വിക്ക്ലി ലിറ്റ് എ ഫയർ ആൻഡ് പുട്ട് ദ ബോൾ ഓൺ ഇറ്റ്. ഷീ അവൾ, ക്വിക്ക്ലി പെട്ടെന്ന്, ലിറ്റ് ലിറ്റ് എന്നാൽ കത്തിച്ചു എന്നുള്ള അർത്ഥമാണ്. എ ഫയർ ഒരു തീ കത്തിച്ചു, ആൻഡ് പുട്ട് എന്നാൽ വച്ചു, പുട്ട് ദ ബോൾ ആ പാത്രം വച്ചു, ഓൺ ഇറ്റ് അതിന്മേൽ ആ തീക്ക് മുകളിലായിട്ട് ആ പാത്രം അവൾ പെട്ടെന്ന് വച്ചു. ദെൻ ഷീ സെഡ് കുക്ക് ലിറ്റിൽ ബോൾ കുക്ക്. ദെൻ ഷീ സെഡ് പിന്നീട് പാത്രം വച്ചതിന് ശേഷം അവൾ പറഞ്ഞു, കുക്ക് പാചകം ചെയ്യുക, ലിറ്റിൽ ബോൾ കുക്ക് പാചകം ചെയ്യുക എന്ന് പറഞ്ഞു. ഇൻസ്റ്റൻ്റ്ലി ദർ വെർ ബബിൾസ് ഇൻ ദ ബോൾ. ഇൻസ്റ്റൻ്റ്ലി എന്നാൽ ഉടനെ എന്നുള്ള അർത്ഥമാണ്, അപ്പോൾ തന്നെ, ഇതൊക്കെയാണ് അർത്ഥം. ദർ വെർ ബബിൾസ് കുമിളകൾ ഉണ്ടായി, ബബിൾസ് എന്നാൽ കുമിളകൾ ഉണ്ടായി, ഇൻ ദ ബോൾ ആ പാത്രത്തിൽ. ആൻഡ് സൂൺ ഇറ്റ് വാസ് ഫുൾ വിത്ത് ഡെലിഷ്യസ് സ്വീറ്റ് പോറേജ്. ആൻഡ് സൂൺ അങ്ങനെ പെട്ടെന്ന് തന്നെ, ഇറ്റ് വാസ് ഫുൾ എന്നാൽ നിറഞ്ഞു എന്നുള്ള അർത്ഥം, ഇറ്റ് വാസ് ഫുൾ അത് നിറഞ്ഞിട്ടുള്ള അവസ്ഥയിലായി. വിത്ത് ഡെലിഷ്യസ് എന്നാൽ രുചികരമായ എന്നുള്ള അർത്ഥമാണ്. സ്വീറ്റ് എന്നാൽ മധുരമുള്ള, പോറേജ് എന്നാൽ പായസം. എന്താണ് പെട്ടെന്ന് തന്നെ അത് മധുരമുള്ള
പായസം കൊണ്ട് നിറഞ്ഞു ആ പാത്രം. ഫാറ ആൻഡ് ഹെർ മദർ എയ്റ്റ് ദ സ്വീറ്റ് പോറേജ്. ഫാറ ആൻഡ് ഹെർ മദർ, ഫാറയും അവളുടെ അമ്മയും എയ്റ്റ് ഭക്ഷിച്ചു, ദ സ്വീറ്റ് പോറേജ് ആ മധുരമുള്ള പോറേജ് മധുരമുള്ള പായസം അവർ രണ്ടുപേരും ഫാറയും അവളുടെ അമ്മയും ഭക്ഷിച്ചു. ദെൻ ഫാറ സെഡ് സ്റ്റോപ്പ് ലിറ്റിൽ ബോൾ സ്റ്റോപ്പ്. ദെൻ ശേഷം ഭക്ഷണം ആ പായസം ഭക്ഷിച്ചതിന് ശേഷം ഫാറ സെഡ് ഫാറ പറഞ്ഞു സ്റ്റോപ്പ് ലിറ്റിൽ ബോൾ നിർത്തൂ ലിറ്റിൽ ബോൾ സ്റ്റോപ്പ് നിർത്തൂ എന്ന് പറഞ്ഞു. ആൻഡ് ദ ബോൾ സ്റ്റോപ്ഡ് കുക്കിംഗ്. ഫാറ പുട്ട് ഓഫ് ദ ഫയർ. ആൻഡ് ദ ബോൾ അങ്ങനെ ബോൾ പാത്രം സ്റ്റോപ്ഡ് കുക്കിംഗ് ആ ഭക്ഷണം പാചകം ചെയ്യുന്നത് പാത്രം നിർത്തി. ഫാറ പുട്ട് ഓഫ് ദ ഫയർ. ഫാറ പുട്ട് ഓഫ് എന്നതിന് ഇവിടെ തീ അണക്കുക എന്നുള്ള അർത്ഥം. തീ അണച്ചു. ഫാറ പുട്ട് ഓഫ് ദ ഫയർ ഫാറ തീ അണച്ചു. ഫാറ ടോൾഡ് ഹെർ മദർ ദ ഹോൾ സ്റ്റോറി. ഹെർ മദർ വാസ് വെരി ഹാപ്പി. ഫാറ ടോൾഡ് ഫാറ പറഞ്ഞു ഹെർ മദർ അവളുടെ അമ്മയോട് ഫാറ അവളുടെ അമ്മയോട് പറഞ്ഞു ദ ഹോൾ സ്റ്റോറി എല്ലാ മുഴുവനായിട്ടുള്ള കഥയും പറഞ്ഞു. ഹെർ മദർ വാസ് വെരി ഹാപ്പി അവളുടെ അമ്മ നന്നായിട്ട് സന്തോഷത്തിലായി. ഷീ ഹഗ്ഡ് ഹെർ ആൻഡ് കെപ്റ്റ് ദ ബോൾ ഇൻ എ സേഫ് പ്ലേസ്. ഷീ ഹഗ്ഡ് ഹഗ് എന്നാൽ ആലിംഗനം ചെയ്യുക കെട്ടിപ്പിടിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഷീ ഹഗ്ഡ് അമ്മ ഹഗ്ഡ് ആലിംഗനം ചെയ്തു ഹെർ അവളെ ആലിംഗനം ചെയ്തു. ആൻഡ് കെപ്റ്റ് ദ ബോൾ കെപ്റ്റ് എന്നാൽ സൂക്ഷിച്ചു എന്നുള്ള അർത്ഥമാണ്. ദ ബോൾ പാത്രം സൂക്ഷിച്ചു. ഇൻ എ സേഫ് പ്ലേസ് ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത്. പ്ലേസ് എന്നാൽ സ്ഥലം, സേഫ് എന്നാൽ സുരക്ഷിതമായ. നൗ ദേ നെവർ ഹാഡ് എനി ഷോർട്ടേജ് ഓഫ് ഫുഡ്. ഇപ്പോൾ അവർക്ക് ഒരിക്കലും ഭക്ഷണത്തിൻ്റെ അഭാവം ഇല്ലായിരുന്നു. വൺ ഡേ വെൻ ഫാറ വാസ് നോട്ട് അറ്റ് ഹോം ഹെർ മദർ വാണ്ടഡ് ടു ഈറ്റ് സം സ്വീറ്റ് പോറേജ്. വൺ ഡേ ഒരു ദിവസം വെൻ ഫാറ വാസ് നോട്ട് അറ്റ് ഹോം ഫാറ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് ഹെർ മദർ വാണ്ടഡ് ടു ഈറ്റ് അവളുടെ അമ്മയ്ക്ക് കഴിക്കണമായിരുന്നു സം സ്വീറ്റ് പോറേജ് കുറച്ച് മധുരമുള്ള പായസം കഴിക്കണമായിരുന്നു. ഷീ ലിറ്റ് എ ഫയർ ആൻഡ് പ്ലേസ്ഡ് ദ ബോൾ ഓൺ ഇറ്റ്. ഷീ ലിറ്റ് അമ്മ ലിറ്റ് കത്തിച്ചു എ ഫയർ ഒരു തീ കത്തിച്ചു ആൻഡ് പ്ലേസ്ഡ് ഇവിടെ പ്ലേസ് എന്നതിന് വയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. പ്ലേസ്ഡ് വച്ചു ദ ബോൾ പാത്രം വച്ചു ഓൺ ഇറ്റ് അതിന് മുകളിൽ ആ തീക്ക് മുകളിൽ അവളുടെ അമ്മ ആ പാത്രം വച്ചു. ദെൻ ഷീ സെഡ് കുക്ക് ലിറ്റിൽ ബോൾ കുക്ക്. ദെൻ ഷീ സെഡ് ശേഷം അമ്മ പറഞ്ഞു അവൾ പറഞ്ഞു കുക്ക് പാചകം ചെയ്യുക ലിറ്റിൽ ബോൾ കുക്ക് പാചകം ചെയ്യുക. സൂൺ ദർ വെർ ബബിൾസ് ഇൻ ദ ബോൾ ആൻഡ് ദ ബോൾ വാസ് ഫുൾ വിത്ത് സ്വീറ്റ് പോറേജ്. സൂൺ പെട്ടെന്ന് ദർ വെർ ബബിൾസ് എന്താണ് കുമിളകൾ ഉണ്ടായി ഇൻ ദ ബോൾ ആ പാത്രത്തിൽ ആൻഡ് ദ ബോൾ അങ്ങനെ ആ പാത്രം വാസ് ഫുൾ വിത്ത് സ്വീറ്റ് പോറേജ് അങ്ങനെ ആ പാത്രം സ്വീറ്റ് പോറേജ് മധുരമുള്ള പായസം കൊണ്ട് നിറഞ്ഞു. ആഫ്റ്റർ ഈറ്റിംഗ് ദ ഫുഡ് ഷീ ട്രൈഡ് ടു സ്റ്റോപ്പ് ദ ബോൾ ഫ്രം കുക്കിംഗ്. ആഫ്റ്റർ ഈറ്റിംഗ് ദ ഫുഡ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഷീ ട്രൈഡ് അവൾ ശ്രമിച്ചു ടു സ്റ്റോപ്പ് നിർത്താൻ ശ്രമിച്ചു ദ ബോൾ ഫ്രം ദ കുക്കിംഗ് ആ പാചകം ചെയ്യുന്നതിൽ നിന്നും ആ പാത്രത്തെ തടയാനായിട്ട് അമ്മ ശ്രമിച്ചു. ബട്ട് ഷീ ഹാഡ് ഫോർഗോട്ടൺ ദ വേർഡ്സ് ടു സ്റ്റോപ്പ് ദ ബോൾ ഫ്രം കുക്കിംഗ്. ബട്ട് പക്ഷേ ഷീ ഹാഡ് ഫോർഗോട്ടൺ എന്നാൽ അവൾ മറന്നിട്ടുണ്ടായിരുന്നു അമ്മ മറന്നിട്ടുണ്ടായിരുന്നു ദ വേർഡ്സ് വാക്കുകൾ ടു സ്റ്റോപ്പ് ദ ബോൾ ഫ്രം കുക്കിംഗ് പാചകം ചെയ്യുന്നത് ആ പാത്രം നിർത്താനുള്ള വാചകം എന്താണോ അത് അവളുടെ അമ്മ മറന്നിട്ടുണ്ടായിരുന്നു. ഷീ യൂസ്ഡ് ഡിഫറെൻറ്റ് വേർഡ്സ് ടു സ്റ്റോപ്പ് ദ ബോൾ ബട്ട് ദ ബോൾ വെൻറ്റ് ഓൺ കുക്കിംഗ്.
ഷീ യൂസ്ഡ് അവൾ അമ്മ ഉപയോഗിച്ചു ഡിഫറെൻറ്റ് വേർഡ്സ് വ്യത്യസ്തമായിട്ടുള്ള വാക്കുകൾ ടു സ്റ്റോപ്പ് നിർത്താൻ വേണ്ടിയിട്ട് ദ ബോൾ ആ ബോള് നിർത്താൻ വേണ്ടിയിട്ട് ബട്ട് പക്ഷേ ദ ബോൾ പക്ഷേ ആ പാത്രം വെൻറ്റ് ഓൺ കുക്കിംഗ് എന്നാൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഗ്രാജുവലി ദ ബോൾ വാസ് ഫുൾ ആൻഡ് ദ സ്വീറ്റ് പോറേജ് ബിഗാൻ ടു ഓവർഫ്ലോ ഫ്രം ഇറ്റ്. ഗ്രാജുവലി എന്നാൽ ക്രമേണ ദ ബോൾ വാസ് ഫുൾ എന്താണ് ആ പാത്രം നിറഞ്ഞു ആൻഡ് ദ സ്വീറ്റ് പോറേജ് അങ്ങനെ ആ മധുരമുള്ള പായസം ബിഗാൻ എന്നാൽ ആരംഭിച്ചു ടു ഓവർഫ്ലോ ഫ്രം ഇറ്റ്. ഓവർഫ്ലോ എന്നാൽ മുഴുവനായിട്ട് പുറത്തേക്ക് വരിക, പാത്രം ഫുൾ മുഴുവനായിട്ട് പുറത്തേക്ക് പായസം ഒഴുകാനായിട്ട് ആരംഭിച്ചു. ഹെർ ഹോൾ ഹൗസ് വാസ് ഫുൾ ഓഫ് സ്വീറ്റ് പോറേജ് ആൻഡ് സൂൺ ഇറ്റ് സ്പ്രെഡ് ഇൻ ദ വില്ലേജ്. ഹെർ ഹോൾ ഹൗസ് അവളുടെ വീട് മുഴുവൻ വാസ് ഫുൾ ഓഫ് സ്വീറ്റ് പോറേജ് ആ മധുരമുള്ള പായസം കൊണ്ട് നിറഞ്ഞു. ആൻഡ് സൂൺ അങ്ങനെ പെട്ടെന്ന് ഇറ്റ് സ്പ്രെഡ് അത് പടർന്നു ഇൻ ദ വില്ലേജ് എന്താണ് ഗ്രാമത്തിലും ആ മധുരമുള്ള പായസം നിറഞ്ഞു, വീട്ടിലും നിറഞ്ഞു. ദ മദർ ഡിഡ് നോട്ട് നോ എന്നുള്ളത് ഡിഡിൻറ്റ് നോ എന്നും വായിക്കാം. വാട്ട് ടു ഡു. ദ മദർ അമ്മ ഡിഡിൻറ്റ് നോ അമ്മക്ക് അറിയില്ലായിരുന്നു, ഡിഡിൻറ്റ് നോ അറിയില്ലായിരുന്നു. വാട്ട് ടു ഡു എന്ത് ചെയ്യുമെന്ന് അമ്മക്ക് അറിയില്ലായിരുന്നു. ഷീ ട്രൈഡ് ഓൾ ദ മീൻസ് ടു സ്റ്റോപ്പ് ദ ബോൾ ഫ്രം കുക്കിംഗ്. ഷീ ട്രൈഡ് അവൾ ശ്രമിച്ചു ഓൾ ദ മീൻസ് എന്നതിന് ഇവിടെ അർത്ഥം മാർഗം എന്നുള്ള അർത്ഥമാണ്. അവൾ എല്ലാ മാർഗങ്ങളും ശ്രമിച്ചു ടു സ്റ്റോപ്പ് നിർത്താൻ വേണ്ടിയിട്ട് ദ ബോൾ ഫ്രം കുക്കിംഗ് ആ പാചകം ചെയ്യുന്നതിൽ നിന്നും ആ പാത്രത്തെ തടയാൻ വേണ്ടിയിട്ട് അവൾ എല്ലാ മാർഗങ്ങളിലൂടെയും ശ്രമിച്ചു. സ്റ്റിൽ ദ ബോൾ വെൻറ്റ് ഓൺ കുക്കിംഗ്. സ്റ്റിൽ എന്നിട്ടും ദ ബോൾ ആ പാത്രം വെൻറ്റ് ഓൺ കുക്കിംഗ് എന്താണ് പാചകം ചെയ്തുകൊണ്ടേയിരുന്നു. ജസ്റ്റ് ദെൻ ഫാറ കെയിം ഹോം. ഷീ ഇമ്മീഡിയറ്റ്ലി സെഡ് സ്റ്റോപ്പ് ലിറ്റിൽ ബോൾ സ്റ്റോപ്പ്. ജസ്റ്റ് ദെൻ അങ്ങനെ ഉടനെ ഫാറ കെയിം ഹോം ഫാറ വീട്ടിലേക്ക് വന്നു. കെയിം എന്നാൽ വന്നു. ഷീ ഇമ്മീഡിയറ്റ്ലി അവൾ പെട്ടെന്ന് സെഡ് പറഞ്ഞു സ്റ്റോപ്പ് ലിറ്റിൽ ബോൾ സ്റ്റോപ്പ് നിർത്തൂ ലിറ്റിൽ ബോൾ നിർത്തൂ എന്ന് പറഞ്ഞു. നൗ ദ ബോൾ സ്റ്റോപ്പ് കുക്കിംഗ്. നൗ ഇപ്പോൾ ദ ബോൾ സ്റ്റോപ്ഡ് ആ പാത്രം സ്റ്റോപ്ഡ് നിർത്തി കുക്കിംഗ് പാചകം ചെയ്യുന്നത് നിർത്തി. ബട്ട് ടിൽ ദെൻ ദ സ്വീറ്റ് പോറേജ് ഹാഡ് സ്പ്രെഡ് ഇൻ ദ ഹോൾ വില്ലേജ്. ബട്ട് പക്ഷേ ടിൽ ദെൻ അപ്പോഴേക്കും ദ സ്വീറ്റ് പോറേജ് ആ മധുരമുള്ള പായസം ഹാഡ് സ്പ്രെഡ് പടർന്നിട്ടുണ്ടായിരുന്നു ഇൻ ദ ഹോൾ വില്ലേജ് ആ ഗ്രാമം മുഴുവനായിട്ടും അപ്പോഴേക്കും ആ പായസം പടർന്നിട്ടുണ്ടായിരുന്നു.